സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമ്മുടെ കുറച്ച് ദിവസമായിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ബെബേറ്റോടെ റിവ്യൂ ഒക്കെ ചെയ്യുമോ പറഞ്ഞു. അപ്പോൾ മച്ചാമാരെ ഉറപ്പായിട്ടും ഞാൻ ചെയ്യാം കേട്ടോ ഗൈസ്. ഒന്നാമെന്ന് വെച്ചാൽ നമുക്കിവിടെ പനി പിടിച്ചു, അപ്പം തൊണ്ടവേനയൊക്കെ ആയിരുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ വരാണ്ടിരുന്നത്. അപ്പം എന്തായാലും ഉഷാറായി ഇനി തിരിച്ചു വരണം. അപ്പോൾ മച്ചാമാരെ ഉറപ്പായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണം. നമ്മൾ ഈ ഒരു ചാനലിൽ പാക്ക് ഓപ്പണിങ് അങ്ങനെ ചെയ്തിട്ടില്ല. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ആഴ്ചയില്ല ബിഗ് ടൈം വന്നപ്പോഴാണ് വലിയൊരു പാക്ക് ഓപ്പണിങ് ചെയ്തത്. അപ്പോൾ എന്തായാലും മച്ചാമാരെ ഞാൻ ഇന്ന് വിചാരിച്ചു നമ്മുടെ എല്ലാ അക്കൗണ്ടിലും, അതായത് വേറെ അക്കൗണ്ടിലാണ് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലായാലും മറ്റേ വേറെ പുതിയതായിട്ട് അക്കൗണ്ട് യൂസ് ചെയ്യുന്നതിലൊക്കെ ഒന്ന് കറക്കാന്ന് വിചാരിച്ചപ്പോൾ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നമുക്കൊരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ അങ്ങ് ചെയ്യാം. അപ്പോൾ മച്ചാമാരെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ട്, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓൾറെഡി കേസ് വ്ലോഗൊക്കെ വരുന്നുണ്ട് നമ്മുടെ വേറൊരു ചാനൽ. അപ്പോൾ ഫസ്റ്റ് ചാനൽ നമ്മൾ ഓൾറെഡി ഇംപ്രഷൻസ് ഇടുന്നില്ല, നമ്മൾ ഇതിൽ തന്നെ ഇംപ്രഷൻസ് ഇട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ പോർട്ട്വെയർ കിട്ടുന്ന നോക്കിയിട്ട് ഉറപ്പായിട്ട് ഇംപ്രഷൻ ചെയ്യാം, കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള പാക്കാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ഇട്ട് കിടക്കാം ഗൈസ്. മച്ചാമാരെ അപ്പോൾ ഓൾറെഡി കുറേ പേർക്കൊക്കെ റൊണാൾഡിനെ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. 100 കോയിലൊക്കെ ജാൻ കോളറൊക്കെ നേരത്തെ വന്നതുകൊണ്ട് കുറേ പേർക്ക് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇവിടെ നാഷണൽ ടീംസ് പോർട്ട്വേ നമുക്ക് ഓപ്പൺ ചെയ്യാം ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ പോർട്ട്വേ ആ ഒരു ടൈമിൽ വന്നപ്പോൾ നല്ല രീതിക്കുള്ള ഒരു ട്രെൻഡിങ് കാർഡുകളായിരുന്നു. ഇതും നല്ല കാർഡാണ്, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാക്ക് ആയതുകൊണ്ട് കുറേ പേർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങൾക്ക് ആരെയും കിട്ടി ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കി നോക്കാം. ഈ ഒരു പാക്കിലാണെങ്കിൽ എനിക്കൊന്ന് വാൻഡിജിക്കിന് എടുത്തു, വാൻഡിജിക്ക് അതുപോലെ ഫോഡൻ, ക്യാമവിങ്ക, ഇതൊക്കെ കുറേ പേർക്ക് ഉണ്ട്, റാഫേലിയോ. അപ്പം ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് കിട്ടിയവരും ഉണ്ടാവും. എനിക്ക് ഇതിൽ നമ്മുടെ റൊഡ്രിഗോനെ കിട്ടിയായിരുന്നു, പിന്നെ നമ്മുടെ ഈ ട്രൊസാഡിനെ കിട്ടിയായിരുന്നു, ക്യാമവിങ്കനെ കിട്ടിയിട്ടില്ല, പിന്നെ റൊഡ്രിഗറിനൊക്കെ ഒരു പാക്ക് ഉണ്ടായിരുന്നു, അത് കിട്ടിയായിരുന്നു, ലെവൻഡോസ്കി കിട്ടിയായിരുന്നു, പിന്നെ നമ്മുടെ സ്കോട്ടൊക്കെ ഇല്ലേ, DMF സ്കോട്ടിനെ കിട്ടിയായിരുന്നു, ക്ലൂവേർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മച്ചാമാരെ നിങ്ങൾക്ക് ആരെയും കിട്ടി ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. എന്തായാലും 33 പ്ലേയേഴ്സ് ഉള്ള ഇതാണ്. അപ്പോൾ വാൻഡിജിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു മച്ചാമാരെ. ഈ ഒരു പോർട്ട്വേ കാർഡ് വാൻഡിജിക്ക് കിട്ടിയിട്ടില്ല, ഫോറൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ടൈം കളഞ്ഞു, സെക്കൻഡ് റാങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. മച്ചാമാരെ ഈ ഒരു കളർ കാണുമ്പോൾ എപ്പോഴും നമ്മളെന്താ, ഇത് ഓൾറെഡി പ്രാങ്ക് ആനിമേഷനാണ്, പക്ഷേ എപ്പോഴും എപ്പിക് അടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കളർ വരും. അപ്പോൾ ഇപ്രാവശ്യം ഇത് തന്നെയാണ് ഗൈസ്. അപ്പോൾ ആരാ നോക്കാം, എൻ്റെ പൊന്നെ ഒരു ഗോളിയൊന്നും ആയേക്കല്ലോ, കാരണം ഗൈസ് എഡേഴ്സൺ ആണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഈ ഒരു പ്ലെയറിനെ കിട്ടിയതിൻ്റെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. എഡേഴ്സൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ CMF ആണ്. ഒരു ദിവസം നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമ്മുടെ ഇംപ്രഷൻ സെറ്റാക്കാം നമുക്ക് കിട്ടുന്നതിനനുസരിച്ച്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു അക്കൗണ്ടിൽ നമുക്ക് പോയി നോക്കാം. ഏകദേശം ഇതിലിപ്പോൾ 3467 കോയിനായി. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അന്ന് സേവ് ചെയ്യാൻ തുടങ്ങിയതാണ്, ടോണി ബ്രോ പറഞ്ഞിട്ട്. അപ്പം പയ്യൻസ് എന്തായാലും അവന് അത്യാവശ്യം ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ റൊണാൾഡോയ്ക്കോ അല്ലെങ്കിൽ സിദാനോ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിൽ എൻ്റെ അക്കൗണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിലോട്ട് പോയി നോക്കാം. അതിലൊരു 330 പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരെണ്ണം അങ്ങനെ നമുക്ക് റൊണാൾഡിനെയോ ഗൈസ്. ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഫിഫയുടെ സംഭവം ഉണ്ടല്ലോ, ലോഗിൻ, നിങ്ങൾ എല്ലാ ദിവസവും ലോഗിൻ ചെയ്യുക. കാരണം അടുത്ത ആഴ്ചയൊക്കെ ലോഗിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടൂല. കാരണം തുടക്കത്തെ ഒരാഴ്ച കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലേ നമുക്ക് 100 കോയിൻ വെച്ച് കിട്ടുള്ളൂ. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേന് 50 വെച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റിന് നമുക്ക് ഡ്രോപ്പ് പേ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കുന്നില്ല, നമുക്ക് എന്തായാലും ഡ്രോപ്പ് ഫ്രീ ട്രൈൻ കൊടുത്തിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ ഡ്രോപ്പ് പേയിൽ എന്താ സ്ഥിതി നമുക്ക് നോക്കി വെക്കാം. എടാ കിട്ടുകയാണെങ്കിൽ ഉള്ളിൽ പച്ച മച്ചാമാരെ. ഇപ്പോൾ ഹൈലൈറ്റ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മച്ചാമാരെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. കുറേ പേർക്കൊക്കെ ഞാൻ ഇന്നലെ റിയൽ സെഞ്ചുറിയിൽ പോൾ ഇട്ടായിരുന്നു, പോളല്ല നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ട് അതിലൊരു മച്ചാന് 15 എങ്ങാണ്ടോ ഈ ഡ്രോപ്പ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഇടയിൽ നീയൊക്കെ എന്തിനാ ഒരെണ്ണം കിട്ടിയിട്ട് പിന്നെ തുറക്കുന്നത്. അപ്പം മച്ചാമാരുടെ നമുക്ക് കിട്ടിയത് ഈ ഒരു പ്ലെയറിനെ നമുക്ക് കിട്ടിയിട്ടേ ഇല്ല, മാർസൽ എന്ന് പറഞ്ഞ CMF ആണ്. നിങ്ങൾക്ക് ഈ ഒരു പ്ലെയറിനെ തന്നെ കുറേ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മച്ചാമാരെ. കുറേ പേർക്ക് ഹൈലൈറ്റ് 5 6 കിട്ടിയിട്ട് പിന്നെ ബാക്കിയൊന്നും കിട്ടാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഡ്രോപ്പ് എത്ര പ്രാവശ്യം കിട്ടി കമൻറ്റ്. എനിക്ക് ഒരൊറ്റ ഡ്രോപ്പേ ഉള്ളൂ, എന്തായാലും ഒരെണ്ണം കിട്ടി മച്ചാമാരെ. ഈ ഒരു അക്കൗണ്ടിൽ വേറെ ഒന്നുമില്ല. നമുക്കിനി ഇതിലിപ്പോൾ നോക്കാമെന്ന് വെച്ചാൽ ഓൾറെഡി പെനാൽറ്റി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ 13 ദിവസം കൂടി ഉള്ളൂ. ഇനിയിപ്പോൾ പെനാൽറ്റി ആനിമേഷനൊക്കെ മാറും. അപ്പോൾ നിങ്ങൾക്ക് പണ്ടത്തെ പോലെ ഇഷ്ടമായ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓൾറെഡി ചൈനീസിലൊക്കെ അത് വന്നു കഴിഞ്ഞു. മച്ചാമാരെ ഓൾറെഡി തൊണ്ടവേന കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ ലൈവ് ഇതാക്കി വെച്ചത്. പക്ഷെ നമ്മൾ ഉഷാറായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറ്റിയത്. പെട്ടെന്ന് തന്നെ മരുന്നൊക്കെ മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പറ്റിയത്. പെട്ടെന്നൊരു പനിയായിപ്പോയി മച്ചാമാരെ. അപ്പം ഓൾറെഡി നമ്മളൊന്നും നോക്കുന്നില്ല. ഈ ഒരു അക്കൗണ്ടിൽ ചെറിയൊരു ഭാഗ്യമുണ്ട്, കാരണം എല്ലാ ആഴ്ചയിലും ഇതിലൊരു എപ്പിക് പാക്കൊക്കെ അടിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരു ഡെയിലി ഗെയിം അടിച്ചു, അല്ല കഴിഞ്ഞ ആഴ്ചയല്ല, ഒരു ഡ്രോപ്പ് എങ്ങാണ്ട് അടിച്ചു. പിന്നെ അതിനിടയ്ക്ക് വെച്ച് നമുക്ക് മെക്കലേലി അടിച്ചു, അത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് ഇതിലൊരു ക്യാൻസൽ കൊടുത്തിട്ട് 100 കോയിൻ അങ്ങ് ഇട്ടിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ നോക്കി നോക്കാം. 5 ദിവസം ഇനി ബാക്കിയുണ്ട്, നമ്മൾ നോക്കുന്നില്ല. ചിലപ്പോൾ പറയാൻ പറ്റില്ല ഈ അക്കൗണ്ടിൽ ഒന്നുമില്ല മച്ചാമാരെ. സംഭവം സ്കിപ്പ് ചെയ്യാനേ ഒന്നുമില്ലടാ ഗൈസ്. ഹൈദൻ ഹക്നെ എന്ന് പറഞ്ഞൊരു പ്ലെയറിനാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും മച്ചാമാരെ 240 കോയിൻ ഉണ്ട്. ഞാൻ അതെന്തായാലും ഇതിൽ സേവ് ചെയ്ത് നോക്കുക, ഇതിലിട്ട് കറക്കി കളയുന്നില്ല. പിന്നെ ഒരു ഫ്രീ ട്രൈ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ വെച്ചുകൊണ്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല മച്ചാമാരെ, വെറുതെ കൊടുത്ത് കളയാം.
കാരണം ഇത് ഓൾറെഡി വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇത് യൂസ് ചെയ്ത് നിങ്ങൾ ഈ കാർഡുകളൊക്കെ ഉപയോഗിക്കുന്നതിന് കമൻറ്റ് ചെയ്യണം. വെച്ചാൽ ഇതിൽ ആരെ കിട്ടിയെന്ന് നോക്കട്ടെ. ഇതിൽ പിന്നെ ഫുൾ ഇത് തന്നെയാണ്. പാസ്കലോ പേരൊക്കെ വെറൈറ്റി ആണ്. വെച്ചാൽ അവരപ്പം ഒരു പണി ചെയ്യാം, നമുക്ക് എന്തായാലും ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡെയിലി ഗെയിം. അപ്പോൾ ഇനി അതും കൂടെ ആയിട്ട് നമുക്ക് അവശേഷിപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല, അതും കൂടെ കറക്കി കളയാം. അപ്പോൾ എന്തായാലും മച്ചവരെ ഇടാഹൂ അതാണ് സീന്. അപ്പോൾ എന്തായാലും ഗൈസ് മാർട്ടിനസ് നിങ്ങൾക്ക് നല്ലൊരു മാനേജറിൽ ഉറപ്പായിട്ട് എടുത്തോ. നല്ല കിട്ടുന്നൊരു മാനേജറാണ് ഈ ഒരു മാർട്ടിനസ് മാനേജർ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു ഡെയിലി ഗെയിം കിടക്കുന്നുണ്ട്, ഇനി 11 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ കിട്ടാനുള്ള നമുക്ക് സെർജിൻഹോ ഉണ്ട്, പിന്നെ ക്യാൻഡെ കിട്ടിയിട്ടില്ല, ക്യാൻഡേനെ റൊട്ടേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഡേവിഡ് ബെക്കാമെ കിട്ടിയിട്ടില്ല, പിന്നെ നമ്മൾ സെർജിൻഹോനെ റൊട്ടേറ്റ് ചെയ്തു. മച്ചവർ ഓൾറെഡി എനിക്കിനിയിപ്പം നമ്മുടെ ഫസ്റ്റ് അക്കൗണ്ടിൽ ക്യാൻഡേയും കൂടി ഉള്ളൂ, അത് നമുക്ക് ലൈവിൽ തുറക്കാട്ടോ, കാരണം അതൊരു രസമായിരിക്കും. വിക്ടർ ബയ്യ ഗൈസ് കുറേ പേർക്ക് ഇപ്പോഴും ടോണി ആഡംസിനൊക്കെ ബാക്കി നിർത്തി ബാക്കി എല്ലാവരും കിട്ടിയ ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറേ പേരൊക്കെ വൈപ്പ് ഔട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കിയൊക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ ഉഷാർ ഗൈസ്. അപ്പോൾ ഈ അക്കൗണ്ടിൽ എന്തോ അടിച്ചിട്ടുണ്ട്, എപ്പിക്കാണ്. അപ്പോൾ ആരിലും ഒരാൾ അടിച്ച് ബെക്കാമോ സെർജിൻഹോയോ അല്ലെങ്കിൽ വിക്ടർ ബയ്യോ എങ്ങോട്ടാണ് പച്ചയാണ് ഗൈസ്. അപ്പോൾ 1 നമ്പർ നമ്മുടെ വിക്ടർ ബയ്യനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി വരുന്ന വർഷം അതായത് 2026 ഈ ഫുട്ബോളിൽ ഓൾറെഡി ഇതൊക്കെ റീസെറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും അടിപൊളിയാണ് സംഭവം. നല്ല നല്ല പ്ലേയേഴ്സ് തന്നെ വരട്ടെ വെച്ചാൽ വരാം. കാരണം ഓൾറെഡി ഇപ്പോഴും നിങ്ങൾക്കറിയാം ഓൾറെഡി റൊമാരിയോ ഉണ്ട്, റോബർട്ടോ കാർലോസ് ഉണ്ട്, കസിലിയാസ് ഉണ്ട്. ഓൾറെഡി എല്ലാവർക്കും കസിലിയാസും റോബർട്ടോ കാർലോസും എനിക്ക് തോന്നുന്നു 2-3 പേർക്കൊക്കെ നിറഞ്ഞു. ഇനിയിപ്പം ന്യൂ ആയിട്ട് തുടങ്ങിയവർക്ക് മാത്രമേ ആ ഒരു പ്രശ്നമൊക്കെ ഉള്ളൂ. അപ്പോൾ വെച്ചാൽ അവർ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഓൾറെഡി നമ്മൾ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു, കാരണം ഓൾറെഡി ഇംപ്രഷൻ കാര്യങ്ങളും നമുക്ക് സെറ്റാക്കാം. ഓൾറെഡി എന്താ വെച്ചാൽ ഞാൻ ഒരാളും കളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബെബേറ്റോയുടെ ഒരു റിവ്യൂ കിട്ടിയില്ല. നമ്മൾ നിലവിൽ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ബെബേറ്റോയുടെ നമ്മുടെ കുറേ ദിവസമായി പയ്യൻസ് പറയുന്നു. അപ്പോൾ എന്തായാലും അത് ട്രൈ ചെയ്യണം, ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. അപ്പോൾ കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാം. പിന്നെ കസിലിയാസ് ഒന്നും ഞാൻ വിചാരിച്ചു ഇറക്കി ചെയ്യേണ്ടെന്ന് വിചാരിച്ചു, കാരണം ഓൾറെഡി അതാരും പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമുക്ക് കോംബോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യാം. ഞാൻ BBC ഒക്കെ ചെയ്യാന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ആ ബെയിലിലേക്ക് എടുത്താൽ മതിയായിരുന്നു. എന്ത് പറയാനാ, നല്ലൊരു കാർഡായിരുന്നു. പക്ഷെ പോട്ടെ, ബെയിലൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ വെച്ചാൽ അവരെ. അപ്പോൾ ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക വെച്ചാൽ അവരെ. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടിരിക്കും. ബൈ ഗൈസ്.